ഹലോ ഡിയേഴ്സ്, ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള സെപ്പറേഷൻ ഒരു തേർഡ് പേഴ്സൺ കാരണമാണ് എങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു റീഡിംഗ് ആണിത്. അപ്പം നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഏത് സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ആവാം ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടുകളയുക. ജനറൽ റീഡിംഗ് കണ്ടതിന് ശേഷം ലൈഫിൽ ആരും ഒരു ഡിസിഷൻ എടുക്കാതെ ഇരിക്കുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ടാരോട്ട് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കും എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നോക്കാം നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് എനർജി, അവർപ്പോൾ ഏത് സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ. ദി മജീഷ്യൻ, ടെമ്പറൻസ്, ഹാങ്ഡ് മാൻ, ദി ഡെവിൽ, King of Wands, the Chariot, Nine of Cups, the Fool, ഇവിടെ നമുക്ക് ബോട്ടം എനർജി 7 of Swords ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പം ഇതാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് എന്ന് പറയുന്നത്. ഈ ഒരു സ്പ്രെഡ് പ്രകാരം നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ് എന്നുള്ളതാണ് കാണാനായിട്ട് കഴിയുന്നത്. ഇവിടെ വന്നിരിക്കുന്ന എനർജി നോക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തി ഇപ്പോഴും നിങ്ങളിൽ നിന്ന് പലതും ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പൂർണ്ണമായും നിങ്ങളോട് സത്യം തുറന്നു പറയാൻ ഈ ഒരു വ്യക്തി ഒരുക്കമല്ല. എന്തായാലും നിങ്ങളോട് ഒട്ടും ആത്മാർത്ഥതയില്ല എന്നുള്ളതാണ് കാണുന്നത്. അതായത് നിങ്ങളോട് ഒരു വാക്ക് പറയുന്നുണ്ടായിരിക്കാം, തേർഡ് പേഴ്സണോട് മറ്റൊരു വാക്ക് പറയുന്നുണ്ടായിരിക്കാം ഈ ഒരു വ്യക്തി. അതുപോലെ തന്നെ തേർഡ് പാർട്ടിയോട് നിങ്ങളുടെ വ്യക്തി പറയുന്നുണ്ടാകാം, സത്യമായി എനിക്ക് നിന്നോടാണ് ഇഷ്ടം എന്നുള്ള രീതിയിൽ തേർഡ് പാർട്ടിയെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടാകാം. നിങ്ങളുടെ വ്യക്തി 2 ബന്ധങ്ങളും നിയന്ത്രിക്കാനായിട്ട് ശ്രമിക്കുന്നു. നിങ്ങളുടെ വ്യക്തിയുടെ വാക്കുകളിലും പ്രവൃത്തിയിലും തന്ത്രവും കപടത്വവും നിറഞ്ഞു നിൽക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. അതായത് നിങ്ങളെയും തേർഡ് പാർട്ടിയെയും ഒരുപോലെ ഈ ഒരു വ്യക്തി വഞ്ചിക്കാൻ ശ്രമിക്കുന്നുണ്ടാവാം. നിങ്ങളുടെ സ്നേഹം കൈവിടാതെ തേർഡ് പേഴ്സണെയും മാനേജ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവാം. ഇവിടെ ഒരു ഡബിൾ ഫേസ്ഡ് എനർജി എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നു. നിങ്ങളുടെ വ്യക്തിക്ക് എന്ത് വേണമെന്ന് നന്നായി അറിയാവുന്ന ഒരാളാണ്. എല്ലാവിധ മാർഗങ്ങളും അറിയാവുന്ന ഒരാളാണ്. എന്തായാലും ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി ഇമോഷണൽ ബാലൻസിങ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് കാണുന്നത്. ഒരു ഭാഗത്ത് നിങ്ങളുണ്ട്, മറ്റൊരു ഭാഗത്ത് മറ്റൊരു ബന്ധം. അതുകൊണ്ട് തന്നെ ഒരേ സമയം 2 വശവും നഷ്ടപ്പെടുത്താതെ അത് നിലനിർത്താനായി മാക്സിമം ട്രൈ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് എനിക്കിവിടെ കിട്ടുന്നത്. ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ നല്ല രീതിയിലുള്ള ഒരു യുദ്ധം നടക്കുകയാണ്. ആരാണ് ശരി, എവിടെയാണ് എൻ്റെ മനസ്സിൽ ശാന്തി കിട്ടുന്നത് എന്നൊക്കെ പല രീതിയിൽ ചിന്തിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സ്റ്റക്കാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ ഒരു വ്യക്തി ഒരു ആക്ഷൻ ഒന്നും എടുക്കുകയില്ല. അതായത് തീരുമാനം ഉടനെ എടുക്കില്ല, തീരുമാനം വൈകിപ്പിക്കുകയാണ് എന്നുള്ളതാണ് എനിക്കിവിടെ കാണുന്നത്. ആരെ തിരഞ്ഞെടുക്കണം, ഏത് വഴിയിൽ കൂടി മുന്നോട്ട് പോകണമെന്ന് മനസ്സിലാകാതെ സ്റ്റക്കായി തുടരുകയാണ്. ഇതുവരെയും നിങ്ങൾക്ക് വേണ്ടി യാതൊരുവിധ നിലപാടും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം, അവർ ഇനി തിരികെ വരുമോ, എവിടെയാണ് എന്ന് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ടാവില്ല. നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുന്നത് തേർഡ് പാർട്ടിയെ വേദനിപ്പിക്കാതെ എങ്ങനെ ഇവിടെ നിന്ന് മൂവ് ഓൺ ചെയ്യാം എന്നുള്ളതാണ്.
അതുകൊണ്ട് തന്നെ ആൾക്കൊരു ക്ലാരിറ്റി കിട്ടുന്നത് വരെ ഒരു ആക്ഷൻ എടുക്കാൻ മടിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് കാണാനായിട്ട് കഴിയുന്നത്. നിങ്ങളുടെ വ്യക്തി താൻ ഇവിടെ കുടുങ്ങിപ്പോയി എന്നുള്ളത് ചിന്തിക്കുകയും ചെയ്യുന്നു. എന്തായാലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിലനിൽക്കില്ല എന്നുള്ളതാണ് എനിക്കിവിടെ കിട്ടുന്ന എനർജി. പക്ഷെ അത് ഉടനെ ഒന്നും ഉണ്ടാവുകയില്ല. കാരണം തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇവിടെ ഒരു കാർമിക് റിലേഷൻഷിപ്പായിട്ടാണ് എനിക്കിവിടെ കാണുന്നത്. എന്തൊക്കെയോ ലെസൺ എടുക്കാനായിട്ട് വന്ന ഒരു റിലേഷൻഷിപ്പായിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത്. ഒരുപക്ഷെ ഈ ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഉണ്ടാകുന്ന ഉള്ളിലെ കുറ്റബോധം ഈ വ്യക്തിയെ നിങ്ങളിലേക്ക് തന്നെ പൂർണ്ണമായി തിരികെ കൊണ്ടുവരാനായിട്ട് ഇടയാക്കുന്നതാണ്. ഇപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ വെയിറ്റിംഗ് എനർജിയിലായിരിക്കാം. അതായത് നിങ്ങൾ വളരെയധികം വേദനയോട് കൂടിയിട്ടാണ് ഈ ഒരു കാത്തിരിപ്പ്. എന്തായാലും നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്തേക്ക് തിരികെ വരാനും എന്നാൽ നിങ്ങളെ കംപ്ലീറ്റ്ലി വിട്ടിട്ട് പോകാനും കഴിയാത്ത ഒരു മാനസികാവസ്ഥയിലാണ്. ധൈര്യമായ ഒരു തീരുമാനം എടുക്കാനായിട്ട് ആൾക്ക് കഴിയുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് ഒരു മറുപടിയും പറയാതെ തീരുമാനം വൈകിപ്പിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ വ്യക്തിയുടെ സ്വഭാവം എന്നത് താൻ എന്താഗ്രഹിച്ചാലും അത് എങ്ങനെയും നേടണം. അതിനായി ആരെയെങ്കിലും വേദനിപ്പിക്കേണ്ടി വരുന്നതൊക്കെ കാര്യമായി ആ ഒരു വ്യക്തിയെ ബാധിക്കാറില്ല. നിങ്ങളുടെ വ്യക്തിക്ക് ദയ, ക്ഷമ എല്ലാം വളരെ കുറവായിരിക്കും. വളരെയധികം ഈഗോ ഉണ്ടായിരിക്കും. എന്തായാലും നിങ്ങളുടെ ഇടയിൽ വന്ന തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത് കാർമിക് റിലേഷൻഷിപ്പ് ആകാം. അതായത് പരസ്പര ആകർഷണത്തിൽ തോന്നിയ ഒരു ബന്ധമാകാം. ശുദ്ധമായ ഒരു ആത്മബന്ധമല്ല. ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ട് നിങ്ങളുടെ പേഴ്സണ് എന്തെങ്കിലും ഒരു പാസ്റ്റ് ലൈഫ് കർമ്മ ഉണ്ടായിരിക്കാം. തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയെ ഇമോഷണലി കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയോ മാനിപ്പുലേറ്റ് ചെയ്യാനോ ശ്രമിക്കുകയോ ചെയ്യുന്നുണ്ടാവാം. അതായത് സ്നേഹമുണ്ടെന്ന് തോന്നുന്നത് പോലെ തേർഡ് പാർട്ടി നിൽക്കുന്നുണ്ടാകാം നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത്. എന്തായാലും നിങ്ങളുടെ വ്യക്തി പലതവണ ഇതുപോലുള്ള മോശം ബന്ധങ്ങളിൽ കുടുങ്ങിപ്പോയിട്ടുണ്ടാകാം. പലതവണ നിങ്ങളെ വേദനിപ്പിച്ചു പോയിട്ട് മാപ്പ് പറഞ്ഞു വന്നിട്ടുണ്ടാകാം. പലരുടെയും ഇമോഷണൽ സർക്കിളിൽ കുടുങ്ങിയിട്ടുണ്ടാകാം. പിന്നെയും പിന്നെയും അതെല്ലാം ആവർത്തിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടാകാം. ഇനിയും തെറ്റ് ആവർത്തിക്കില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ വിശ്വസിപ്പിച്ചിട്ടുണ്ടാകാം. എന്തായാലും ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ ഉള്ളിൽ ഒരു ക്ലിയർ ഡയറക്ഷൻ ഇല്ല എന്നുള്ളതാണ് കാണുന്നത്. എങ്ങോട്ടേക്ക് പോകണമെന്ന് ആൾക്കറിയില്ല. പക്ഷെ മനസ്സിലാക്കാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും റിയാലിറ്റിയിലേക്ക് എത്തിക്കുന്നില്ല എന്നുള്ളതാണ് കാണുന്നത്. ആളുടെ മനസ്സിൽ വലിയൊരു യുദ്ധമാണ് നടക്കുന്നത്. നിങ്ങളിലേക്ക് വരാനായി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു വ്യക്തി വരും. കുറച്ച് പെയിൻഫുൾ ലെസൺസ് ഈ ഒരു വ്യക്തിക്ക് എടുക്കേണ്ടതുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കാർമിക് റിലേഷൻഷിപ്പാണ്. അതായത് ഒന്നുകിൽ ഈ ഒരു വ്യക്തിക്ക് എന്തൊക്കെയോ തരത്തിലുള്ള പെയിൻഫുൾ ലെസൺസ് ജീവിതത്തിൽ എടുക്കാൻ വേണ്ടിയിട്ട് വന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. അല്ലെങ്കിൽ ഇവർ തമ്മിൽ ഒരു പാസ്റ്റ് ലൈഫ് കർമ്മ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് ഈ ഒരു പേഴ്സൺ എന്തെങ്കിലും തരത്തിലുള്ള കർമ്മ കിട്ടാനായിട്ട് വന്ന ഒരു റിലേഷൻഷിപ്പും ആകാം. അപ്പം എന്തായാലും ഈ ഒരു റിലേഷൻഷിപ്പ് അധിക നാൾ നിൽക്കില്ല നിങ്ങളുടെ വ്യക്തിയുടെ കൂടെ എന്നുള്ളത് എനിക്കിവിടെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നു. പക്ഷേ ഇപ്പോൾ എന്തായാലും നിങ്ങളുടെ വ്യക്തി സ്വന്തം സന്തോഷങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത്. ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി ഇമോഷണലി മെച്യൂരിറ്റി ഇല്ലാത്ത ഒരു ഫുൾ എനർജിയിലാണ്. നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ താൽക്കാലിക ആനന്ദത്തിലും ആളുടെ സാറ്റിസ്ഫാക്ഷനും വേണ്ടി മുന്നോട്ട് പോകുന്ന ഒരു എനർജിയിലാണ് ഉള്ളത്. അപ്പം ഇതാണ് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ തിരികെ വരുന്നതാണ്. പക്ഷേ ഉടനെ ഒന്നും ഉണ്ടാവുകയില്ല. കാരണം ആളിപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെയധികം സ്റ്റക്കാണ്. ആളിപ്പോൾ ഒരു ആക്ഷൻ എടുക്കുന്ന ഒരു എനർജിയിലല്ല ഉള്ളത്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി ഇപ്പോൾ ഒരു കാർമിക് റിലേഷൻഷിപ്പിലായതുകൊണ്ട് തന്നെ ആ ഒരു കാർമിക് സർക്കിള് അല്ലെ ആ ഒരു കാർമിക് സൈക്കിള് പൂർത്തിയാകേണ്ടതുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു പൂർത്തിയാകുന്ന സ്റ്റേജിലാണ് എല്ലാം മനസ്സിലാക്കി അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് തനിക്ക് എന്താണ് സമ്മാനിച്ചത്, നിങ്ങൾ എന്താണ് അവർക്ക് കൊടുത്തത് എന്നെല്ലാം മനസ്സിലാക്കി നിങ്ങളിലേക്ക് തിരികെ വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ചില പെയിൻഫുൾ ആയിട്ടുള്ള ലെസൺസ് ഈ ഒരു വ്യക്തിക്ക് എടുക്കേണ്ടതുണ്ട്. അപ്പം അതെല്ലാം കഴിഞ്ഞിട്ടായിരിക്കാം നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി നിങ്ങളിലേക്ക് വരുന്നത്. അപ്പം നിങ്ങൾ കാത്തിരിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വേദനകളെല്ലാം തന്നെ യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ കാര്യങ്ങളിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക.